ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. കോളേജുകളിലും സർക്കാരിനായി PR പരിപാടി. നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം എന്ന പേരിൽ പരിപാടി സംഘടിപ്പിക്കണമെന്നാണ് നിർദ്ദേശം. ചർച്ചകൾ നടത്തുന്നതിനുള്ള മെറ്റീരിയലുകൾ കോളേജുകൾക്ക് കൈമാറി. NSS യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ ചർച്ചകൾ സംഘടിപ്പിച്ച് നിർദ്ദേശങ്ങളും ആശയങ്ങളും വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണമെന്നും കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറുടെ നിർദ്ദേശത്തിൽ ആവശ്യപ്പെടുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി എല്ലാ കോളേജുകളിലും സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാംസ് നടത്തേണ്ടതുണ്ട്. ഫെബ്രുവരി 15-നകം ഈ പരിപാടികൾ നമുക്ക് നടത്തി തീർക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒരു കോളേജിൽ നിന്നും 2 NSS വളണ്ടിയർമാരെ ഈ തന്നിരിക്കുന്ന ഗ്രൂപ്പിനകത്തേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുക നിർബന്ധമാണ്. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ മുഴുവൻ POമാരും ഈ കാര്യങ്ങൾ ചെയ്തു തീർത്തിരിക്കണം. ഈ പരിപാടികൾ നമുക്ക് കോളേജിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങൾ ചെയ്യുക. ഗോപാൽ ശിരാസനൽ, ഒപ്പം തന്നെ TV പ്രസാദമുണ്ട്. അതിനു മുമ്പ് ഒരു പ്രതികരണം കൂടി. മുഖേന പൊതുഖജനാവ് ദൂർത്തടിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാഴ്ത്തുപാട്ടടങ്ങിയ ഒരു മെറ്റീരിയൽ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഇടയിൽ സർക്കുലേറ്റ് ചെയ്ത് അത് പഠിക്കുവാൻ അവരോട് ആവശ്യപ്പെട്ട് യാതൊരുവിധ രാഷ്ട്രീയ പ്രവർത്തനവും പാടില്ല എന്ന നിബന്ധനയുള്ള നാഷണൽ സർവീസ് സ്കീം വളണ്ടിയേഴ്സിനെ ഉപയോഗിച്ചൊരു സർവേ നടത്തി അവരെ CPMന്റെ രാഷ്ട്രീയ പ്രചാരകരാക്കി മാറ്റുന്ന ഈ പരിപാടി എതിർക്കപ്പെടേണ്ടതാണ്. ഗോപാൽ ശിലാസനും TV പ്രസാദമുണ്ട്. നേരത്തെ പ്രസാദ്, ഇപ്പോൾ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് ഭരണകാര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ടുള്ള ഒരു ക്വിസ് മത്സരം നടത്തിയിരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ ഈ നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം ഇപ്പോൾ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്ന പരിപാടി, അതുമായി ബന്ധപ്പെട്ടല്ലേ കോളേജുകൾക്ക് നിർബന്ധിതമായി വിദ്യാർത്ഥികൾ തീർച്ചയായും സ്മൃതി, അത്തരത്തിൽ തന്നെയുള്ളൊരു നിർദ്ദേശമാണ് ഇത് എന്ന് വ്യാഖ്യാനിക്കേണ്ടതായിരിക്കുന്നു. കാരണം നേരത്തെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് CM കിഡ്സ് എന്ന പേരിൽ ക്വിസ് മത്സരങ്ങൾ നടത്തിയിരുന്നു. അതിനോടൊപ്പം തന്നെ നവകേരള സർവേയുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിച്ചിരുന്നു. ഇതെല്ലാം നല്ല വലിയ വിമർശനം ഉണ്ടാക്കിയിരുന്നു. ഹൈക്കോടതി അടക്കം ഇതിലെല്ലാം കഴിഞ്ഞ ദിവസം ഇടപെട്ടതുമാണ്. അതിൻ്റെ തുടർച്ച എന്ന തരത്തിലേക്ക് വിലയിരുത്താവുന്ന ഒരു പദ്ധതി സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കൂടി നടപ്പിലാക്കുകയാണ് സർക്കാർ എന്ന ആരോപണം ഈ ഘട്ടത്തിൽ ഉയർന്നു വരികയാണ്. നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എല്ലാ ക്യാമ്പസുകളിലും സംസ്ഥാന സർക്കാരിൻ്റെ നേട്ടങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പൊതു ചർച്ചകളും കൂട്ടായ്മകളും വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ചേരണം എന്ന് കാട്ടിക്കൊണ്ട് കൊളേജിയറ്റ് വിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിൽ ഉള്ളൊരു സമിതി രൂപീകരിച്ച് ആ ഒരു സർക്കുലർ കോളേജുകളിലേക്ക് നൽകിയിരിക്കുന്നത്. എല്ലാ ക്യാമ്പസുകളിലെയും NSS വോളണ്ടിയർമാർക്കാണ് ഇതിൻ്റെ ചുമതല. വിഷൻ 2031 എന്ന പേരിൽ സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന പരിപാടികൾക്ക് മുന്നോടിയായി എല്ലാ ക്യാമ്പസുകളിലും ഇത് നടത്തി തീർക്കണമെന്നും ഇത്തരം ചർച്ചകളിലും സെമിനാറുകളിലും ഉരുത്തിരിഞ്ഞു വരുന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാമിൻ്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണമെന്നും ആ നിർദ്ദേശം പറയുന്നു. അതിനൊപ്പം തന്നെ ഈ സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഗൃഹസന്ദർശനം എന്നൊരു പരിപാടിയെക്കുറിച്ച് കൂടി ഈ സർക്കുലറിൽ പരാമർശിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഗൃഹസന്ദർശനത്തിന് പോകാൻ സന്നദ്ധ സേന പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികളുടെ പേര് വിവരവും എണ്ണവും കൂടി ഇതുമായി ബന്ധപ്പെട്ട സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാമിൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർക്ക് നൽകണമെന്ന നിർദ്ദേശം കൂടി ഈ സർക്കുലറിൽ പറയുന്നുണ്ട്. അതായത് സംസ്ഥാന സർക്കാരിൻ്റെ നേട്ടങ്ങൾ, വികസന മുന്നേറ്റങ്ങളെല്ലാം തന്നെ ക്യാമ്പസുകളിൽ ചർച്ചയാക്കുന്നു എന്നതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഇതിനെതിരെയാണ് ഇപ്പോൾ പ്രതിപക്ഷ അധ്യാപക സംഘടനകൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഒരു തരത്തിലും രാഷ്ട്രീയ പ്രചരണം അല്ലെങ്കിൽ പ്രവർത്തനം പാടില്ല എന്ന് നിഷ്കർഷിച്ചിട്ടുള്ള നാഷണൽ സർവീസ് സ്കീമിനെയാണ് ഇവിടെ CPM തങ്ങളുടെ പ്രചാരകരായി ഉപയോഗിക്കുന്നതാണ് KPCTA എന്ന പ്രതിപക്ഷ അധ്യാപക സംഘടന ഈ ഘട്ടത്തിൽ ആരോപിക്കുന്നത്. അതിന് കൃത്യമായി തന്നെ എതിർക്കപ്പെടേണ്ടതാണ്. ക്യാമ്പസുകളിൽ അത് ബഹിഷ്കരിക്കപ്പെടേണ്ടതാണ്. ഈ പല ക്യാമ്പസുകളിൽ ഇത്തരത്തിൽ പ്രതിപക്ഷ വിദ്യാർത്ഥി യൂണിയനുകളോ അല്ലെങ്കിൽ പ്രതിപക്ഷ അധ്യാപക സംഘടനകൾ ശക്തമായിട്ടുള്ള ചില ക്യാമ്പസുകളിൽ ഈ പരിപാടി ഇതിനോടകം തന്നെ ബഹിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ മറുവശത്ത് ഇതൊരു നിർബന്ധിത സാഹചര്യമാക്കിക്കൊണ്ടുള്ള ഉത്തരവാണ് വന്നിരിക്കുന്നതെന്നുള്ളതാണ്. TV പ്രസാദിലേക്ക്. പ്രസാദ്, ഇപ്പോൾ ഹൈക്കോടതി കടുത്ത വിമർശനങ്ങളോടുകൂടി റദ്ദാക്കിയിരിക്കുന്ന ഉത്തരവ്, അതുമായി ചേർത്ത് വെച്ചിട്ടുള്ള കാര്യം തന്നെയല്ലേ ഇത്? ഇപ്പോൾ സ്വാഭാവികമായും ഈ പരിപാടിയും റദ്ദാക്കപ്പെടുന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? പക്ഷേ സർക്കാർ ഇപ്പോഴും സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഈ സർവേയുമായി മുന്നോട്ട് പോകാൻ. പ്രസാദ്, സ്മൃതി, നമ്മൾ കണ്ടതുപോലെ നേരത്തെ സ്കൂളുകളിൽ നടത്തിയത് നമ്മൾ കണ്ടതാണ്. സ്കൂളിൽ സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ, ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെല്ലാം ധാരാളം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. അതിനെതിരെയും വ്യാപകമായ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ്
കോളേജുകളിലേക്ക് ഇത് കടന്നത് എന്നുള്ളതാണ്. അക്ഷരാർത്ഥത്തിൽ പ്രതിപക്ഷ അധ്യാപക സംഘടനകൾ ആരോപിക്കുന്നത് ഇത് മുഖ്യമന്ത്രിയുടെയും സർക്കാരിൻ്റെയും PR പരിപാടിയാണ് എന്നുള്ളത് തന്നെയാണ്. അതായത് മൂന്നാം ഭരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് LDF വലിയ തോതിൽ നടപ്പിലാക്കുമ്പോൾ അതിൽ സർക്കാർ സംവിധാനത്തിൽ കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് മൂന്നാം ഭരണത്തിലേക്ക് കടക്കാനുള്ള നീക്കമാണ് സർക്കാരും മുഖ്യമന്ത്രിയും നടത്തുന്നത് എന്ന ഗുരുതരമായ ആരോപണമാണ് പ്രതിപക്ഷ അധ്യാപക സംഘടനകൾ ഉന്നയിക്കുന്നത് എന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ കാണുന്നുണ്ട് സ്മൃതി, അതായത് നവകേരള സർവേയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പിറകിൽ ഒളിഞ്ഞിരിക്കുന്ന ലക്ഷ്യം അത് തുടർഭരണം തന്നെയാണ് എന്നതിൻ്റെ ശബ്ദ സംഭാഷണം പുറത്തു വന്നത് ഇന്നലെയാണ്. ഇത്തരം ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നേരത്തെ പ്രതിപക്ഷം പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്നത്. അതിനിടയിലാണ് ഇതുകൂടി വാർത്തയാകുന്നത്. സ്കൂളിന് പിന്നാലെ കോളേജുകളിലേക്കും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അതല്ലെങ്കിൽ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ അവരുടെ നേട്ടങ്ങൾ പറയുന്നതിന് വേണ്ടിയുള്ള സംവിധാനമാക്കി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ആ സ്കൂളിലെ കുട്ടികളെ സർക്കാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നമായി അധ്യാപക സംഘടനകൾ ആരോപിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിലും ശക്തമായ വിവാദത്തിലേക്കും അതല്ലെങ്കിൽ വിമർശനത്തിലേക്കും പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം നവകേരള സർവേ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, സ്കൂളിൽ നടത്തിയ ക്വിസ് മത്സരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ ചർച്ചയും വിവാദവും ഉണ്ടായിരുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന് പിന്നാലെ കോളേജ് വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് കൂടി സർക്കാരിന്റെ നേട്ടം പറയുക എന്ന ലക്ഷ്യമാണോ ഇതിന് പിന്നിൽ എന്നുള്ളതാണ് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. സ്മൃതി. ശരി, TV പ്രസാദും ഗോപാൽ ശിലാസനുമാണ് വിവരങ്ങൾ നൽകിയത്.